ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഈ വീഡിയോ എന്ന് പറയുന്നത് 3 ദിവസത്തെ വീഡിയോസ്, ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ഷൂട്ട് ചെയ്തതാണ്. രാവിലെ നേരത്തെ എഴുന്നേറ്റു, കുളിയൊക്കെ കഴിഞ്ഞു. നേരെ ട്രിവാൻഡ്രത്ത് പോവുകയാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അതിന് മുന്നേ ഞാൻ എൻ്റെ ലക്കി ബാംബൂവിന് കുറച്ച് വെള്ളം കൊടുത്തു. വീക്ക്ലി വൺസ് ഞാൻ അതിൻ്റെ വെള്ളം മാറ്റും. പിന്നെ ഈ പൂക്കൾ കണ്ടോ, ബൊഗൈൻ വില്ലയും 2 തെറ്റിയും, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പൂക്കളാണ്. ഇന്ന് റിറ്റ്സ് അല്ല, നെക്സോൺ ആണ് എടുത്തത്. റിറ്റ്സിൻ്റെ AC എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അനുപ് പറഞ്ഞു നെക്സോൺ എടുക്കാമെന്ന്. ഇത് അരുവിക്കര അമ്പലത്തിൻ്റെ തൊട്ട് താഴെയുള്ള ഭാഗമാണ്, ഡാമിൻ്റെ മറു സൈഡ്, ബ്രിഡ്ജിൻ്റെ ഇപ്പുറമുള്ള ഭാഗം. ഇതാണ് അമ്പലം. ഫ്രണ്ടിൽ കാണുന്ന ഓടിട്ടത് കല്യാണ മണ്ഡപമാണ്. ബാക്കിൽ കാണുന്ന ഓടിട്ട ഭാഗമാണ് അരുവിക്കര അമ്പലം. ഞാൻ എൻ്റെ കാറിൻ്റെ കാര്യം പറയായിരുന്നു. എനിക്ക് റിറ്റ്സിൻ്റെ അടുത്ത് ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ്. കാരണം റിറ്റ്സ് അച്ഛൻ്റെ കാറാണ്, അച്ഛൻ യൂസ് ചെയ്തിരുന്ന കാറാണ്. നേരെ വീട്ടിലെത്തി. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വരാൻ ഒരു മേജർ റീസൺ ഉണ്ട്. ഇവിടെ ഇന്ന് പുട്ടാണ്, പുട്ടും കടലയും. എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റിൽ ഒന്നാണ് പുട്ടും കടലയും. അപ്പോൾ കുറച്ചേ എടുക്കുന്നുള്ളൂ. ഞാനും അതെ, അനൂപതരം ഞങ്ങൾ രണ്ടുപേരും കഴിച്ചില്ല. അമ്മ നേരത്തെ കഴിച്ചിരുന്നു. ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 9:30-10 മണിയൊക്കെ ആയി. ഇപ്പോൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അമ്മയുടെ കടലക്കറി സൂപ്പറാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങളിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അനൂപിന് ചായ വേണം. എനിക്ക് അത് ഇഷ്ടമല്ല. ഞാൻ രാവിലെ കുടിക്കുന്ന ഒരു ചായ മാത്രമേ കുടിക്കുകയുള്ളൂ. അനൂപിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട്. ഞാൻ വെള്ളനാട് നിൽക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ നിർബന്ധമായിട്ട് അങ്ങനെ ഇട്ടൊന്നും കൊടുക്കാറില്ല. ഇവിടെ വരുമ്പോൾ അമ്മയുടെ അടുത്ത് വരുമ്പോൾ അമ്മ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അനൂപിന് ചായ ഇട്ട് കൊടുക്കാറുണ്ട്. അനൂപ് പുറത്തേക്ക് എവിടെയോ പോയി. ഞങ്ങളിരുന്ന് കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് നേരെ ഡ്രസ്സ് ചെയ്യാൻ പോയി. പുറത്തേക്ക് പോവുകയാണ്. കുഞ്ഞമ്മയും കൊച്ചച്ഛനും ലക്ഷ്മിയും വിമലും കുട്ടികളും എല്ലാവരും കൂടെ ഞങ്ങൾ ഇന്ന് ചെറിയൊരു ഒരു ഗെറ്റ് ടുഗെദർ, ഒരു ട്രീറ്റ് പോലെ അമ്മ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് വന്നത് തന്നെ. ഇതാണ് ശിവാനി, ലക്ഷ്മിയുടെ മോളാണ്. കുഞ്ഞമ്മ, അമ്മ. ഇന്ന് അനിയമാമനില്ല. കാരണം മാമൻ ഇന്ന് അവരുടെ ഒരു ആർമി ഗ്രൂപ്പിൻ്റെ ഒരു ഔട്ടിംഗ് ഉണ്ട്. അപ്പോൾ മാമൻ അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഞങ്ങൾ പോയത് അമ്പലമുക്ക് നർമ്മദയുടെ അടുത്തുള്ള വിൻസർ രാജധാനിയിലാണ്. ഞാൻ ആദ്യം വിമലൊക്കെ നേരത്തെ പോയി അവിടെ ഇരുന്നു. ഞങ്ങൾ പുറകെയാണ് ചെന്നത്. ഫുഡൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സ്നാപ്സ് ഒക്കെ എടുത്തു. പലപ്പോഴും അല്ലേ ലക്ഷ്മി വിമലും ഒക്കെ വരുന്നത്. ഇത് പിറ്റേ ദിവസമാണ്. രാവിലെ എണീറ്റു, മേലൊക്കെ കഴുകിയിരുന്നു. അമ്മ രാവിലെ പൂജ റൂമിൽ പോകുന്നതിന് മുന്നേ ചായ കുടിക്കും. ഞാനും അനൂപ് ഇപ്പം എണീറ്റ് വന്നിട്ടേ ഉള്ളൂ. ഞാനും അനൂപും ചായ ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മാമൻ വന്നത്. മാമൻ തലേ ദിവസത്തെ ഔട്ടിങ്ങിന് പോയ കാര്യങ്ങളും അപ്പൂപ്പനും മാമനും തമ്മിലുള്ള ആ ഒരു റാപ്പോ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന് കുറച്ച് പണിയുണ്ട്. രാവിലെ അമ്മയ്ക്കൊന്ന് ട്രഷറിയിൽ പോകണമായിരുന്നു. അപ്പോൾ അവിടെ അമ്മയെ കൊണ്ടുപോയിട്ട് അമ്മയെ തിരിച്ചു കൊണ്ടാക്കി. എൻ്റെ ഗ്യാസ് സ്റ്റൗവിനൊരു പ്രോബ്ലം ഉണ്ട്. അതിൻ്റെ വലിയ ബേണർ, എൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന ഹിൻഡ്വെയർ ആണ്. അതിൻ്റെ വലിയ ബേണറിന് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഫ്ലെയിം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആ ചുറ്റുമുള്ള ഭാഗത്ത് ഫ്ലെയിം വരുന്നില്ല, അടിയിൽ നിന്ന് ഇങ്ങനെ പൊട്ടുന്നത് പോലെ ഫ്ലെയിം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടെക്നീഷ്യനെ കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഗ്ലാസ് പൊട്ടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അത് മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറങ്ങോണത്തുള്ള അഗ്നികോണിൽ വന്ന് ആദ്യം ഫേബർ എടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ പാക്ക് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് പേയ്മെൻറ്റ് കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ സ്റ്റൗവിൻ്റെ ഗ്യാസ് നോസിലിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ എൻ്റെ കിച്ചണിൽ അത് റൈറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ ട്യൂബ് എടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ നേരെ ഗ്ലെൻ ഗാലറി, കരമനയിലുള്ള ഗ്ലെൻ ഗാലറിയിൽ പോയി. പിന്നെ ഗ്ലെന്നിൻ്റെ എൻ്റെ കയ്യിലിരിക്കുന്ന ഇപ്പോൾ സെയിം മോഡലുള്ള ഒരു സ്റ്റൗവാണ് എടുത്തത്.
അതൊക്കെ പേയ്മെൻറ്റൊക്കെ കൊടുത്തു. പിറ്റേ ദിവസമേ സ്റ്റൗ എത്തിക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇമ്പീരിയലിൽ പോയി ഫുഡൊക്കെ മേടിച്ച് തിരിച്ച് വെള്ളനാട്ടെത്തി. ഫുഡൊക്കെ കഴിച്ചു. അന്നത്തെ ദിവസം കഴിഞ്ഞു. ഇത് 3rd ഡേ. രാവിലെ എൻ്റെ പതിവ് പരിപാടികളാണ്. ചായ ഇടുന്നു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയാണ്. കടല ഇവിടെ അടുത്ത് തന്നെ കടല കറി മാത്രമായിട്ട് കിട്ടും. അത് നല്ല ടേസ്റ്റാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെയാണ്. അപ്പോൾ മെനക്കെട്ട് നമ്മളിനി ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് അനൂപ് കടലയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. പുട്ടും കടലയായി. ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞില്ല, തുടങ്ങുകയാണ്. ബാക്കി ഒന്നും ഞാൻ ഇടുന്നില്ല. ബാക്കി പതിവ് പരിപാടികൾ തന്നെ. ഗ്യാസ് എൻ്റെ സ്റ്റൗ കൊണ്ടുവരും, ലഞ്ചിന് പ്രിപ്പയർ ചെയ്യണം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ 3 ദിവസത്തെ ചെറിയ ചെറിയ ഗ്ലിംസസ് ചേർത്തിട്ടുള്ളൊരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചില ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ അഡിയോസ്.